ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്പർ 1, ജുവലറി. ലോകത്ത് തന്നെയുള്ള മൊത്തം ഗോൾഡിന്റെ 11%-ലധികം ഇന്ത്യൻസിന്റെ കയ്യിലാണ് ബേസിക്കലി ഉള്ളത്. ഓൾറൈറ്റ്, അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കുറെ അധികം ആൾക്കാർ ജുവലറി എന്ന ബേസിസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ, നല്ലത് തന്നെ. ഒരു അസറ്റ് ആയിട്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ വേറെ നല്ലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഇതുപോലെ പല ഫംഗ്ഷനും പല കാര്യങ്ങൾക്ക് നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാനും, ഇതുപോലെ തന്നെ പൈസയുടെ ആവശ്യം വരുമ്പോൾ നമുക്കിത് പ്ലെഡ്ജ് ചെയ്ത്, അതായത് പണയം വെച്ചിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ആവശ്യത്തിന് യൂസ് ചെയ്യാനും സാധിക്കുന്നു. പിന്നീട് നമുക്ക് അത് എടുക്കാനും പറ്റും. സോ ദാറ്റ് ആ ഒരു അസറ്റ് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ജുവലറി ആകുമ്പോഴത്തേക്ക് മിനിമം 10% മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തത് GST നമ്മൾ 3% നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഗോൾഡ് നല്ല ഇതിന്റെ പ്യൂരിറ്റിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. നല്ലൊരു ജുവലറിയിൽ നിന്നല്ല നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ കൺസേൺഡ് ആകേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഇച്ചിരി പാടൂടെയാണ്. കുറെ അധികം ഗോൾഡ് ഉണ്ട് എന്നാണെങ്കിൽ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ജുവലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് മിനിമം 7,000 മുതൽ 9,000 രൂപയെങ്കിലും 1 ഗ്രാം ഗോൾഡിന് ആവശ്യമുണ്ട്. സോ പല അധികം ഡിസഡ്വാൻറ്റേജസ് ആണ് ബേസിക്കലി കൂടുതൽ ജുവലറി എന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക്. ഞാൻ ബേസിക്കലി നിങ്ങളോട് പ്രിഫർ ചെയ്യാൻ പോകുന്നത് നമ്പർ 2 മെത്തേഡ്. ഗോൾഡ് എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് ബാർ ആയിട്ട് വാങ്ങിക്കുക. സൂപ്പർബാണ്, എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് മേക്കിംഗ് ചാർജ് ഇല്ല. GST സ്റ്റിൽ 3% നമ്മൾ കൊടുക്കണം. നമ്മളിത് സ്റ്റോറേജ് ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. ഇതെല്ലാം ശരി തന്നെയാണ്. ബട്ട് എന്നിരുന്നാൽ തന്നെ മേക്കിംഗ് ചാർജ് നമുക്ക് അത്രയും ഓൾമോസ്റ്റ് 10% നമുക്ക് അവിടെ മാറി കിട്ടുന്നുണ്ട്. GST 3% നമ്മൾ എന്തായാലും അത് കമ്പൽസറി ആയിട്ട് അടച്ചേ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഫിസിക്കലി നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾക്ക് ചെയ്യാം. അത് ബാറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ജുവലറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനദർ 10% മിനിമം എക്സ്ട്രാ അവിടെ മാറി പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ എമൗണ്ടിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അത് പയ്യെ കുറച്ച് പോകാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. നമുക്ക് അറിയാമത് അല്ലേ? സോ അങ്ങനെ രണ്ടാമത്തെ മെത്തേഡ്. സോ ഫിസിക്കലി നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ആയിട്ടാണ് നിങ്ങൾ വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോൾഡ് ബാർ ആയിട്ട് വെക്കുക. ഗോൾഡ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഗോൾഡ് തന്നെയാണ്. ഇതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ. എന്താണ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം എന്ന് പറയും. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ടാലിയപ്പാക്കി ഒരു ബ്രേക്ക് ഇവൻ ആയിട്ടെങ്കിലും പോകാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ് ഗോൾഡ് എന്നുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് ഡിജിറ്റൽ ഗോൾഡ്. ഡിജിറ്റൽ ഗോൾഡ് വരുമ്പോഴത്തേക്ക് കുറെ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇതിന്റെ പ്യൂരിറ്റിയിൽ ഒട്ടും തന്നെ പ്രശ്നമില്ല. രണ്ടാമത്, കാരണം ഇത് ഡിജിറ്റലി നമ്മൾ വാങ്ങിച്ചു വെക്കുകയല്ലേ, ഇത് നോർമൽ പ്രോസസ്സ് തന്നെയാണ്. നമ്മളുടെ ബാങ്കിൽ നമ്മൾ ഡിജിറ്റലി, ഇപ്പം നമ്മളെല്ലാം ആക്സസ് ചെയ്യുന്നത് ഡിജിറ്റലി ആണ് അല്ലേ. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് എടുത്ത് ലിക്വിഡ് ക്യാഷ് കൊണ്ടിടുകയല്ല ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ ഡിജിറ്റലി ആണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഗോൾഡും നമുക്ക് ഡിജിറ്റലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പ്യൂരിറ്റിയിൽ നമുക്ക് ഒട്ടും തന്നെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ സേഫായി. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യം സ്റ്റോറേജ് ചെയ്യുക എന്നുള്ളത്. നമുക്കിത് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ് ഫിസിക്കൽ ഗോൾഡിന്റെ കാര്യത്തിൽ. ബട്ട് ഡിജിറ്റൽ ഗോൾഡിൽ ഒട്ടും തന്നെ പാടില്ല. നമ്മൾ ഏത് വോൾട്ടാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറെ അധികം ആപ്സ് ഉണ്ട്. Paytm വഴി ചെയ്യാൻ സാധിക്കും. ലെറ്റ്സ് സേ ജാർ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ജാർ. ദാറ്റ്സ് ഗുഡ്. ഇതൊന്നും ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഇല്ല റെക്കമെൻഡേഷനോ ഒന്നും തന്നെയല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കത് ഓക്കെ ആണ്. റൈറ്റ്, ജാർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ദെൻ ഫോൺ പേ. ഫോൺ പേയിൽ നമുക്ക് ഒരു 10 രൂപ മുതൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 രൂപ നമ്മൾ അത് ഓട്ടോ പേ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വേറെ പല കാര്യങ്ങൾക്ക് നമ്മൾ ഓട്ടോ പേ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 രൂപ ഡെയിലി മാറ്റി വെക്കാം. ഡെയിലി നമുക്ക് വിഡ്രോയില് ഡെയിലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഗോൾഡിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ
10 രൂപ വെച്ച് ഇതെല്ലാ ദിവസവും പൊക്കോളും. അത് നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഡിജിറ്റൽ ഗോൾഡ് സൂപ്പർബാണ്. നമുക്ക് ഫിസിക്കൽ ഗോൾഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സേഫ് ആൻഡ് സെക്യൂർ ആണ്, ഒന്നുകൂടെ ബെറ്റർ ആണ്. നമുക്ക് ഇത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് ലിക്വിഡേറ്റ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റിൽ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഫിസിക്കൽ ഗോൾഡ് നമ്മൾ പോകണം, കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് എന്നാൽ ഡിജിറ്റൽ ഗോൾഡിലേക്ക് വരുമ്പം വളരെ എളുപ്പമാണ് ഈ ഒരു കാര്യം. സോ വളരെ മിനിമലായിട്ട് ഒരു 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ച് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഡിജിറ്റൽ ഗോൾഡിൽ. ഗുഡ് ഫൈൻ. ആൻഡ് നെക്സ്റ്റ് വൺ ETF, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആയിട്ട് ഗോൾഡിന്റെ തന്നെ കുറേ അധികം ETFs ഉണ്ട്. ഞാൻ നോർമലി എല്ലാ ദിവസവും ETFs വാങ്ങിക്കാറുണ്ട്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യാനിരിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു നേർച്ച ഇടുന്ന പോലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ETFs വാങ്ങിക്കും. ചിലപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആയിരിക്കും വാങ്ങിക്കുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ സിൽവർ ബീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് ബീസ് ആയിരിക്കും. ITBs ഞാൻ വളരെ കുറച്ച്, എന്താണ് ഈ ITBs നിഫ്റ്റി ബീസ് എന്ന് വെച്ചാൽ അതൊക്കെ ഒരു ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, റൈറ്റ്? സോ ETF എന്ന രീതിയിലും നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കുറേ അധികം ETFs ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ETFsകളിലെല്ലാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ETF-ലാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ആസ് ഓഫ് റൈറ്റ് നൗ ഗോൾഡ് ബീസ് എന്ന രീതിയിൽ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ETF-ൽ തന്നെയാണ്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ETF ബേസിക്കലി നടക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് നമുക്കൊരു എക്സ്ചേഞ്ച് ത്രൂ ആണ് നമുക്കൊരു ETF ആയിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ETF ആയതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിലൈസ്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് മേക്കിംഗ് ചാർജ് ഇല്ല. നമ്മൾ നോർമൽ ടാക്സ് കാര്യം എന്തായാലും നമ്മൾ അത് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. മേക്കിംഗ് ചാർജ് നമുക്കിവിടെ ഇല്ല, സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള പ്രശ്നമില്ല. എക്സ്ചേഞ്ച് ത്രൂ ആണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ലിക്വിഡിറ്റിയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്തിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഹൈലി റെഗുലേറ്റഡ് ആണ് ETF എന്ന് പറയുന്നത്, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. നിങ്ങൾ ഇച്ചിരി മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ NSE-ലുള്ള എല്ലാ ETFs-ന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നേരെ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരു ലിസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 50 രൂപ 100 രൂപയൊക്കെ 50 to 100 ആണ് നോർമലി ഗോൾഡ് ETFs-ന്റെ കോസ്റ്റ് വരുന്നത്. വളരെ നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ്. ഗോൾഡിന്റെ ETFs തന്നെയാണ്, പല ഡിഫറെന്റ് ETFs ആണ് ഇവർ മ്യൂച്വൽ ഫണ്ട് ആയിട്ട് ഇവര് കീപ്പ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് തന്നെ ഇത് നോക്കാം. കാരണം ഒരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിന്റെ വേരിയേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബട്ട് എന്നാൽ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ കുറെ അധികം ETFs ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ഒരു ലംസമായിട്ട് നമുക്ക് ഫൈനലി നല്ല ഒരു റിസൾട്ട് കിട്ടാനും പ്രോബബിലിറ്റി ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ETFs-ലെ ഗോൾഡിന്റെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ മേക്കിംഗ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റോറേജ് ഈസിയാണ്, ഹൈലി റെഗുലേറ്റഡ് ആണ്. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അവിടെയുണ്ട്. ആൻഡ് ഓൾസോ ലോങ് ടൈമിലേക്ക് നല്ല റിസൾട്ട് നമുക്ക് തരും ഈ പറഞ്ഞിട്ടുള്ള ETF ആൻഡ് ലെറ്റ്സ് സേ ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതും സൂപ്പർബ് ആയിരിക്കും. ഇതിലെല്ലാത്തിലും ഏറ്റവും സൂപ്പർബ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട്, SGB എന്ന് പറയും. പലരും കേട്ടിട്ടുണ്ടായിരിക്കും സോവറിൻ ഗോൾഡ് ബോണ്ട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട്? ഈ ബേസിക്കലി SGB എന്ന് പറയുന്നത് RBI റെഗുലേറ്റഡ് ആണ്, അതായത് ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ്, ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സമാധാനത്തിൽ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ് SGB എന്നുള്ളത്, സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ളത്. ഈ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഗ്രാമിന്റെ മൾട്ടിപ്പിൾസ്, ഒന്നിൽ 1 ഗ്രാം ഇല്ല 2 ഗ്രാം, ഇതിന്റെ മൾട്ടിപ്പിൾസിലായിരിക്കും നമുക്ക് ഇതിന്റെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്, നമുക്ക് വാങ്ങിക്കാനും സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലും ലെറ്റ്സ് സേ ETF ആണെങ്കിലും ആൻഡ് ഓൾസോ മ്യൂച്വൽ ഫണ്ട് ഇല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ്, ഈ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള 4 അല്ലെങ്കിൽ 5 ഡിഫറെന്റ് മെത്തേഡ്സിലാണെങ്കിൽ കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല, ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുകയില്ല. ഓറൈറ്റ്. പക്ഷേ SGB സോവറിൻ ബോണ്ടുകളിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 2.5% ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അതായത് പ്രോഫിറ്റ് ആണ് നമുക്ക് അതിനകത്ത്. അതായത് ഗോൾഡ് ഓൾറെഡി വിലയിൽ നിന്ന് ഇപ്പൊ ലെറ്റ്സ് ഒരു 50,000 നിൽക്കുന്ന ഗോൾഡ് 1 ലക്ഷം ആയെന്ന് വിചാരിക്കുക, വാല്യൂ 10 ഗ്രാം ഓഫ്
ഗോൾഡ് എക്സാമ്പിൾ റൈറ്റ് കഥയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഇതിന് വാല്യൂ മൂവ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പൈസയും പ്ലസ് നമുക്കൊരു 2.5% കൂടെ നമുക്ക് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ SGBയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു 8 years ടെന്യൂർ നമുക്ക് വരുന്നുണ്ട് ഫൈനലി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 വർഷം ആകുമ്പോഴത്തേക്ക് 5 year കമ്പൽസറി ബ്ലോക്ക്ഡ് ആണ്. 5 വർഷത്തേക്കിനുള്ളിൽ നമുക്കിത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. 5 years കഴിഞ്ഞേ നമുക്കിത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇറ്റ്സ് ഗുഡ് ഫൈൻ. സി ഗോൾഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അൾട്രാ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം ഒരു 5 years പ്ലസ് എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമുള്ളൂ. നമുക്ക് തന്നെ അറിയാം, റീസെന്റ് ഡേറ്റ വെച്ച് നോക്ക്, എല്ലാ 5 വർഷം ബാക്കിലോട്ട് നിങ്ങൾ എടുത്ത് നോക്കി. ഇപ്പോൾ 2025 ആണത്. 2020 ഗോൾഡിന്റെ വില, 2015, 2010, 2005. എന്ത് ഗോൾഡിന്റെ വേരിയേഷൻ നമ്മൾ നോക്കി നോക്കും. മിനിമം ഒരു 5 years എങ്കിലും ഇടണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് വാങ്ങിച്ച് ഓക്കെ ഫൈൻ ഇച്ചിരി കൂടിയ ഉടനെ വിൽക്കരുത്. അങ്ങനെയല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ. ഇൻവെസ്റ്റ്മെന്റ് ബേസിക്കലി ഞാൻ പറയുക എപ്പോഴും 3 to 5 years എങ്കിലും, അത് ഏത് അസറ്റ് ക്ലാസ്സിലാണെങ്കിലും, ഗോൾഡ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും, ലെറ്റ്സ് മ്യൂച്വൽ ഫണ്ട്സ് ആകാം, FDs ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, റിയൽ എസ്റ്റേറ്റ് എന്ത് തന്നെയാണെങ്കിലും, എന്തിൽ തന്നെയാണെങ്കിലും മിനിമം 3 to 5 years എങ്കിലും നമ്മൾ അത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു 5 ഡിഫറെന്റ് മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ട വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റിൽ, ടാക്സസ്. ഈ ഗോൾഡിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര ശതമാനം ടാക്സ് നമ്മൾ പേ ചെയ്യണം എന്നുള്ളത് മെയിൻലി നമുക്കിത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റും ആൻഡ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലും ബാക്കിയുള്ള ഗോൾഡുകളാണെങ്കിൽ തന്നെ ലെറ്റ്സ് സേ ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, ETF, മ്യൂച്വൽ ഫണ്ട്സ്, ഈ 4 കാര്യങ്ങളിൽ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 3 വർഷത്തിന് താഴെയാണ് നമ്മൾ ഇത് സെറ്റിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ എന്തായാലും പേ ചെയ്തേ പറ്റത്തുള്ളൂ. അതും നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടും ഇരിക്കും. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷിക്കേണ്ട, 20% ഫ്ലാറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളുടെ ഇൻകം ടാക്സിന്റെ സ്ലാബ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്തോന്നറിയോ, SGB, അതായത് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേ ഇല്ല. സോ SGB വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ ഇതാണ്. ഈ ഒരു ടാക്സിന്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഓൾസോ അതൊരു ലോങ് ടൈമിലേക്ക് ലോക്ക്ഡ് ആണ്. നമ്മളെ തന്നെ ചില സിറ്റുവേഷനിൽ ലോക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നേരെ പോയിട്ട് ഗോൾഡ് ഉണ്ടല്ലോ സേഫ് ആയിട്ട് നമ്മൾ അതങ്ങ് ചെയ്യും. എന്നാൽ മറിച്ചൊരു അനദർ ഓപ്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോവുകയില്ല. പലപ്പോഴും പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ട വരത്തില്ല. അപ്പൊ പിന്നെ SGBക്ക് ടാക്സേ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമുക്ക് ഇപ്പൊ ലെറ്റ്സ് സേ ഒരു 50,000 ഇൻവെസ്റ്റ് ഗോൾഡ് 1,00,000 അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിന്റെ പ്ലസ് 2.5%, അത് നമുക്കൊരു 2.5% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ലേ. അപ്പൊ SGBക്ക് ടാക്സേ ഇല്ല എന്ന് പലർക്കും തോന്നുമായിരിക്കും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു 2.5% ഇല്ലേ, അതിന് ടാക്സ് ഉണ്ട്. ബട്ട് ബാക്കിയുള്ള നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഗെയിൻ ചെയ്ത പ്രോഫിറ്റിന് അവിടെ ടാക്സേ ഇല്ലതാനും. So that's it with our video. So നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു മെത്തേഡ് തന്നെയാണ്. സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ഓൾസോ നല്ലൊരു റിട്ടേൺ ലോങ് ടൈമിൽ തരും. ചാടി കയറിയിട്ട് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് അടുത്ത വർഷം വിൽക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടിയെന്ന് വരികയില്ല. ലോങ് ടൈമിലേക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും. ഇനി ഗോൾഡ് റിലേറ്റഡ് ആയിട്ടോ സിൽവർ റിലേറ്റഡ് ആയിട്ടോ കുറെ അധികം ഡൗട്ട്സ് കാണും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇല്ലെങ്കിൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇതെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അനദർ എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടിഫുൾ ടോപ്പിക് ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് നോക്കുക. See you there. Bye then.